ആദിവാസി യുവാവ് വിശ്വനാഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 6 പേരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ വിശ്വനാഥനുമായി സംസാരിച്ചവർ എന്നാണ് വ്യക്തമായിട്ടുള്ളത്. എന്നാൽ വിശ്വനാഥനെ ഏതെങ്കിലും തരത്തിൽ തടഞ്ഞു നിർത്തിയവരല്ല ഇവർ എന്നും വിവരമുണ്ട്. ഒരുപക്ഷെ ഇവരിൽ നിന്ന്, ഈ സംസാരിച്ചവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ലഭിച്ചാൽ മറ്റുള്ളവർ ഏത് നിലയിലാണ് വിശ്വനാഥനുമായി ഇടപെട്ടത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് വേണം പോലീസിന്റെ വിലയിരുത്തൽ. ഇപ്പോൾ അശ്വിൻ ആണ് ചേരുന്നത്. അശ്വിൻ, ഈ 6 പേരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വിശ്വനാഥന് ഏതെങ്കിലും തരത്തിൽ വലിയ മാനസിക സംഘർഷമുണ്ടായോ? നേരത്തെ തടഞ്ഞു നിർത്തിയവർ ഏത് രീതിയിലാണ് ഇടപെട്ടത് എന്നതൊക്കെ അറിയാൻ സാധിക്കുമോ? അഭിലാഷ്, അങ്ങനെ തന്നെയാണ് പോലീസും അന്വേഷണ സംഘവും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ വിശ്വനാഥനെ ആൾക്കൂട്ടം തടഞ്ഞു വെച്ച് ആൾക്കൂട്ട വിചാരണ നടത്തിയ ദിവസം രാത്രിയിൽ അവിടെ ഉണ്ടായിരുന്ന കോഴിക്കോട് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലുണ്ടായിരുന്ന 450 പേരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഇതിൽ നിന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വിശ്വനാഥനുമായി സംസാരിച്ചവർ എന്ന് തെളിഞ്ഞ 6 പേരെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ഇവർ ഏതെങ്കിലും തരത്തിൽ വിശ്വനാഥനെ തടഞ്ഞു വെച്ചവരല്ല. എന്താണ് സംഭവം എന്നറിയാൻ വിശ്വനാഥനുമായി സംസാരിച്ചിരുന്നവരാണ് ഇവർ. ആ സമയത്ത് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലുണ്ടായിരുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാരാണ്. അന്ന് രാത്രിയിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നറിയുകയാണ് അന്വേഷണ സംഘത്തിന് ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. ആരൊക്കെയാണ് വിശ്വനാഥനെ തടഞ്ഞു വെച്ചത്, ആരൊക്കെയാണ് വിചാരണ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസിന് അറിയേണ്ടത്. ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഇവരിൽ നിന്ന് ലഭിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഇവരൊക്കെ വിശ്വനാഥനുമായി സംസാരിച്ചാണ്. എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും വിശ്വനാഥനെ ഉപദ്രവിച്ചു എന്നുള്ള തരത്തിലുള്ള വിശ്വനാഥൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ 450 പേരാണ് അന്ന് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ കൂട്ടിരിപ്പുകാരായിട്ട്. ഈ കൂട്ടിരിപ്പുകാർക്ക്, പുരുഷന്മാരായ കൂട്ടിരിപ്പുകാർക്ക് ഉള്ളിലേക്ക് പ്രവേശനമില്ല. അവർക്ക് പുറത്ത് ഒരുക്കിയ ഷെഡിലാണ് ഇവരുടെ താമസവും മറ്റുമൊക്കെ. അപ്പോൾ അന്ന് രാത്രി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ തിരിച്ചറിഞ്ഞു. അതിനുശേഷം CCTV ദൃശ്യങ്ങളിൽ നിന്ന് വിശ്വനാഥനുമായി സംസാരിച്ചവരെ തിരിച്ചറിഞ്ഞു. അവരെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അന്വേഷണ സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉത്തരമേഖല IG-യുടെ നേതൃത്വത്തിൽ റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ അന്വേഷണം പുരോഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. തുടർന്ന് ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കും. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് ഈ സംഘം കടന്നിരിക്കുന്നു. അതായത് വിശ്വനാഥനുമായി സംസാരിച്ചവരിൽ നിന്ന് മറ്റ് വിവരങ്ങൾ തേടാനാകും എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രതീക്ഷ.